നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്ത. മുഖ്യമന്ത്രിക്കും സർക്കാരിനും സിപിഐ വിമർശനം. പിണറായിയുടെ ധാർഷ്ട്യം തിരിച്ചടിയായതായി തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ. ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണമെന്ന് തോമസ് ഐസക്. പാർട്ടി അനുഭാവികളുടെ വോട്ടുകൾ പോലും ലഭിച്ചില്ല. അല്ലാതെ പാർട്ടിക്കുള്ളിൽ മാത്രം ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള കാര്യങ്ങളല്ല. നമുക്കൊരു ചെവി വേണം കേട്ട ജനങ്ങൾ എങ്ങനെ ചിന്തിക്കണേ എന്നുള്ളത്. സിപിഎം നേതൃയോഗങ്ങൾ തുടരുന്നു. വിവാദ കാഫിർ സ്ക്രീൻഷോട്ട് പിൻവലിച്ച് കെ ലതിക. നാടിന്റെ ഐക്യത്തിന്റെ മുഖത്ത് വെട്ടാൻ സിപിഎം ശ്രമിച്ചത് ഷാഫി പറമ്പിൽ. ഇപിയുടെ മുഖത്ത് വെട്ടിയതുപോലെ തന്നെയാണ് ഈ നാടിന്റെ ഐക്യത്തിന്റെ മുഖത്തും വെട്ടാൻ ഇവർ വാളോങ്ങിയത്. അതിലെ വടകരയിലെ ജനങ്ങളുടെ മതേതര പരിചയമാണ്, ഐക്യത്തിന്റെ പരിചയമാണ് ആ വെട്ടിനെ തടുത്തത്. സിപിഎമ്മിനോട് ജനം കണക്ക് തീർത്തെന്ന് കെ രമ. റഹീം മാപ്പ് പറയണം, ഈ പൊതുസമൂഹത്തോട് റഹീം മാപ്പ് പറയണം. ഇത്രമേൽ മോശമാക്കിയ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാൻ സിപിഎം ശ്രമിച്ചത് വടകരയിലാണ്. പക്ഷേ വടകരയിലെ ജനം അതിനെല്ലാം കണക്കാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. പോരാളി ഷാജി പ്രധാനപ്പെട്ട ഒരു സിപിഎം നേതാവിന്റെ സംവിധാനമെന്ന് വി.ഡി. സതീശൻ. സുരേഷ് ഗോപിയുടെ ഇന്ദിരാഗാന്ധി പരാമർശത്തിൽ പ്രതിഷേധവുമായി ബിജെപി സംഘടനാ ജനറൽ സെക്രട്ടറി. തെറ്റ് പറ്റിയിട്ടില്ലെന്ന് സുരേഷ് ഗോപി. വാക്ക് തെറ്റായി വ്യാഖ്യാനിച്ചെന്നും കേന്ദ്രമന്ത്രി. തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു. കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ്. ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ്. ഇടത് വലത് മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നതായി വെള്ളാപ്പള്ളി. സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ക്രൈസ്തവരെന്നും SNDP ജനറൽ സെക്രട്ടറി. കോയമ്പത്തൂരിൽ മലയാളികൾക്ക് നേരെ ആക്രമണം. സൈനികനടക്കം 4 പേർ പിടിയിൽ. അക്രമികൾ എത്തിയത് മുഖം മൂടി ധരിച്ച്. ആക്രമണത്തിനിരയായത് എറണാകുളം സ്വദേശികൾ. തൃത്താലയിൽ SIയെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. മുഖ്യപ്രതി പിടിയിൽ. മറ്റൊരാൾക്കായി അന്വേഷണം തുടരുന്നു. ആക്രമണം വാഹന പരിശോധനയ്ക്കിടെ. ഗ്രേഡ് SI ശശികുമാർ ചികിത്സയിൽ. ഇടുക്കിയിൽ അമ്മായിയമ്മയെയും കൊച്ചുമകളെയും തീവെച്ച് കൊല്ലാൻ ശ്രമം. ഇരുവരും ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ. തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. കൊട്ടാരക്കരയിൽ യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. ത്യാഗസ്മരണയിൽ നാളെ ബലിപ്പെരുന്നാൾ. പ്രാർത്ഥനയ്ക്കൊരുങ്ങി പള്ളികളും ഈദ്ഗാഹുകളും. വിപണികളിൽ വൻ തിരക്ക്. പെരുന്നാൾ ആഘോഷിച്ച് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങൾ. യൂറോകപ്പിൽ ഇന്ന് 3 മത്സരങ്ങൾ. ഇംഗ്ലണ്ടിന് എതിരാളികൾ സെർബിയ. പോളണ്ട് നെതർലൻഡ്സിനെതിരെ. ഡെൻമാർക്ക് സ്ലോവേനിയയെ നേരിടും. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPI തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും മന്ത്രിമാരുടെ പിടിപ്പുകേടും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി എന്നാണ് വിമർശനം. അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി. നവകേരള സദസ്സിലെ ധൂർത്തും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയുടെ ദുരവസ്ഥയും ജനങ്ങളെ സർക്കാരിനെതിരാക്കി. ഹൈന്ദവ വിഭാഗത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു. കഴിഞ്ഞയാഴ്ച ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവിലുണ്ടായ വിമർശനങ്ങളുടെ തുടർച്ചയാണ് ഇന്നലത്തെ CPI തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ യോഗത്തിലും ഉണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയായിരുന്നു ഏറ്റവും അധികം വിമർശനം നേതാക്കൾ ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിലെ പ്രധാന കാരണങ്ങളിലൊന്ന് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ സമീപനമാണ്, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമാണ്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം നിറഞ്ഞ ഇടപെടലുകൾ ജനങ്ങളെ വെറുപ്പിച്ചു എന്ന പരാമർശം നിരവധി നേതാക്കളിൽ നിന്ന് ഉണ്ടായി. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അഴിമതി ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണമായി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സർക്കാരിനെതിരെ പൊതുവിലും വിമർശനം ഉയർന്നു. മന്ത്രിമാരുടെ പ്രവർത്തനം ഒട്ടും മികച്ചതല്ല, അതിൽ CPI മന്ത്രിമാരുടെ ഭേദമില്ല, CPI മന്ത്രിമാരുടെ വകുപ്പുകളിലും മോശം
പ്രവണതകളും മോശം പ്രവർത്തന രീതിയുമാണുള്ളത്. ആദ്യ പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സർക്കാർ പൊതുവിൽ നിരാശാജനകമാണ്. അതാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നയിച്ചതെന്ന് സിപിഐയുടെ ജില്ലാ കൌൺസിൽ യോഗത്തിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രധാന കാരണങ്ങൾ ഒന്നായി ചൂണ്ടിക്കാട്ടുന്നതും ഈ ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് നേതാക്കൾ പറയുന്നു. മറ്റൊരു കാരണമായി യോഗത്തിൽ ഉയർന്ന വിമർശനം ന്യൂനപക്ഷ പ്രീണനമാണ്. അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനമാണ് LDFും നടത്തുന്നത്. പ്രത്യേകിച്ചും പൌരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ നടത്തിയ സമരങ്ങൾ, റാലികളൊക്കെ രാഷ്ട്രീയ ക്യാമ്പയിന് അപ്പുറത്തേക്ക് മതസംഘടനകളുടെ യോഗങ്ങളായി മാറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ എഴുന്നേൽക്കുക കൂടുതലായും മത നേതാക്കളും മതപണ്ഡിതന്മാരുമാണ്. അത് ശരിയായ കീഴ്വഴക്കമല്ല. അതാണ് തിരിച്ചടിയായത്. ഇടതുമുന്നണിയുടെ അടിത്തറയായ ഹൈന്ദവ വോട്ടുകൾ, ഹൈന്ദവ വിഭാഗത്തിൽ തന്നെ ഈഴവ വോട്ടുകളും പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകളും ചോർന്നു. അത് BJPയിലേക്ക് വലിയ തോതിലും കോൺഗ്രസിലേക്കും വോട്ടുകൾ പോയി. അവിടുന്നാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം. തിരുവനന്തപുരത്തടക്കം പാർട്ടി വളരെ പിന്നിൽ പോകാൻ കാരണം, മുന്നണി വളരെ പിന്നിൽ പോകാൻ കാരണം ന്യൂനപക്ഷ വോട്ടുകളും തീരദേശ മേഖലയിലെ വോട്ടുകളും പൂർണ്ണമായും UDFിലേക്ക് പോയതുകൊണ്ടാണെന്ന വിലയിരുത്തലും യോഗത്തിലുണ്ടായി. PP സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയതും ന്യൂനപക്ഷം എന്ന പരിഗണന വെച്ചാണ്. അത് തെറ്റായ കീഴ്വഴക്കമാണെന്ന വിമർശനം CPI നേതൃത്വത്തിനെതിരെയും യോഗത്തിൽ ഉയർന്നു. പൊതുവിൽ CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവുകളിലും കൌൺസിലുകളിലും മുഖ്യമന്ത്രിയുടെ രാജി അല്ലെങ്കിൽ മുഖ്യമന്ത്രി മാറണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്നലെ തിരുവനന്തപുരത്തും കണ്ടത്. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും നയസമീപനത്തിൽ മാറ്റം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കെ 5 ദിവസം നീണ്ടുനിൽക്കുന്ന CPM നേതൃയോഗങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെയും തുടർന്ന് 3 ദിവസമാണ് സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും പാർട്ടി നേതൃത്വം അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കം ജനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതും തോൽവിക്ക് കാരണമായി എന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മോദി സർക്കാരിനെതിരായ ജനവികാരം കേരളത്തിൽ UDFിന് കോൺഗ്രസിന് തുണയായി എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും അതാണ് പരാജയത്തിന്റെ പ്രധാന കാരണമെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുമ്പോഴും അങ്ങനെയല്ല കാര്യങ്ങൾ. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം കൂടി ഉണ്ട് എന്ന വിലയിരുത്തലാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഉള്ളത്. അദ്ദേഹം അത് പലപ്പോഴും പരോക്ഷമായി പല യോഗങ്ങളിലും പല പൊതുപരിപാടികളിലും വ്യക്തമാക്കുകയും ചെയ്തു. ആ വികാരം സംസ്ഥാന നേതൃയോഗങ്ങളിലും പ്രതിഫലിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് പുരോഗമിക്കുന്നത്. നാളെയും സെക്രട്ടേറിയറ്റ് തുടരും. 3 ദിവസം സംസ്ഥാന സമിതിയും യോഗം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാര്യകാരണങ്ങൾ വിശദമായി പരിശോധിക്കും. ഇഴകേറി പരാജയ കാരണങ്ങൾ പരിശോധിക്കും. വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അത് എന്താണ് അതിന് കാരണം എന്ന എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുമ്പോൾ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലുമൊക്കെ സമാന വികാരം ഉയർന്നു വരുമ്പോൾ കേന്ദ്രത്തിനെതിരായ ജനരോഷം മാത്രമല്ല, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ മോദി മാറണം എന്നൊരു വികാരം മാത്രമല്ല കേരളത്തിൽ ഇത്രയധികം വലിയൊരു തിരിച്ചടി ആഘാതം ഇടതുമുന്നണിക്കുണ്ടാക്കിയതെന്ന വിലയിരുത്തൽ പല തലങ്ങളിലും ഉയരുമ്പോൾ സംസ്ഥാന നേതൃയോഗങ്ങളിലും അതേ വികാരം ഉയർന്നു വരുമോ? ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ അതിന് കാരണക്കാർ ആരാണ്? സ്വാഭാവികമായും സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടതല്ല, വളരെ മോശമെന്ന വിമർശനം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നു. പാർട്ടിക്കുള്ളിലും അത്തരം വിമർശനങ്ങളുണ്ട്. അത് CPMന്റെ സംസ്ഥാന നേതൃയോഗങ്ങളും ഉയർന്നു വരുമെങ്കിൽ സ്വാഭാവികമായും തുടർഭരണത്തിന്റെ അവകാശി മുഖ്യമന്ത്രി എന്ന് വിലയിരുത്തിയ പാർട്ടി അങ്ങനെ അത്തരത്തിൽ ഈ തിരിച്ചടിയുടെ കാരണക്കാരനും അതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രി എന്ന് ചൂണ്ടിക്കാണിച്ച് പറയാൻ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. സ്വാഭാവികമായി മുഖ്യമന്ത്രി മാറണമെന്ന അഭിപ്രായം ഘടകകക്ഷികളുടെ നേതൃത്വം ഉണ്ടാകുന്നുണ്ടെങ്കിലും CPM അത്തരം നിലപാടിലേക്ക് പോകില്ല. പിണറായി വിജയനെ മാറ്റിക്കൊണ്ടൊരു തിരുത്തലിന് CPM തയ്യാറാകില്ല. പക്ഷേ മുഖ്യമന്ത്രി ശൈലി മാറ്റണം, സമീപനത്തിൽ തിരുത്തൽ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ CPMനും വളരെ വലിയ ഒരു സംഖ്യയുണ്ട്. അത് നേതൃയോഗങ്ങളിൽ ആ വികാരം പ്രതിഫലിക്കുമോ എന്നാണ് അറിയേണ്ടത്. കേന്ദ്ര നേതൃത്വവും വലിയ രീതിയിൽ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ തിരിച്ചുപോക്കിനെ ആശങ്കയോടുകൂടി കാണുന്നുണ്ട്. കേന്ദ്ര നേതാക്കളുടെ പ്രതികരണമെല്ലാം അതാണ് സൂചിപ്പിക്കുന്നത്. കേരളമില്ലെങ്കിൽ ഒരിടവുമില്ലാത്ത അവസ്ഥയിലേക്ക് CPM മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ തിരുത്തൽ അനിവാര്യമായ നിലപാട് കേന്ദ്ര നേതൃത്വം കൂടി സ്വീകരിച്ചാൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള തിരുത്തലിലേക്ക് സർക്കാർ പോകും, CPM പോകും. സർക്കാരിൽ മാറ്റങ്ങളുണ്ടാകും. K. രാധാകൃഷ്ണന് പകരം ഒരു മന്ത്രി വരുന്നതിനപ്പുറത്തേക്കുള്ള മാറ്റങ്ങൾ സർക്കാരിൽ ഉണ്ടായേക്കാം. സർക്കാരിന്റെ മുൻഗണനകൾ, സർക്കാരിന്റെ സമീപനങ്ങൾ, മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ ജനങ്ങളുടെ ഇടപെടലുകളിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് CPM കടന്നേക്കാം. ഏതായാലും ചർച്ചകളിൽ ഏത് തരത്തിലുള്ള വികാരം ഉയർന്നു വരും,
താഴെത്തട്ടിലുള്ള വികാരം അതേപടി പ്രതിഫലിപ്പിക്കാൻ നേതാക്കൾ തയ്യാറാകുമോ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനമൊക്കെ അതേ രീതിയിൽ പാർട്ടിക്കുള്ളിലുണ്ടാകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഏതായാലും 5 ദിവസങ്ങളിലായി ചേരുന്ന CPM-ന്റെ നേതൃയോഗങ്ങളിൽ ശക്തമായ വിമർശനങ്ങളും സ്വയം വിമർശനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്. അത് എത്രത്തോളം മുഖ്യമന്ത്രിക്കെതിരെ തിരിയും, മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം മാറ്റണമെന്ന ആവശ്യം ഉയരുമെന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ഏതായാലും ചരിത്രത്തിലില്ലാത്ത ഒരു തിരിച്ചടിയിലേക്ക് CPM പോകുമ്പോൾ അത് മറികടക്കാനുള്ള തന്ത്രങ്ങളും വഴികളുമാണ് ഈ നേതൃയോഗങ്ങളിൽ CPM തേടുന്നത്. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണമെന്ന് തുറന്നടിച്ച തോമസ് ഐസക്. പാർട്ടിക്കാരുടേതല്ല, ജനങ്ങളുടേതാണ്. പാർട്ടിക്കുള്ളിൽ അച്ചടക്കം സ്വയം തീരുമാനിച്ചെടുക്കണം. തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കണമെന്നും സൈബർ സഖാക്കൾ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുകയാണെന്നും തോമസ് ഐസക് വിമർശിച്ചു. ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ നേതൃത്വത്തിനെതിരെയും വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ തോമസ് ഐസക് തന്നെ CPM-നെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടായുള്ള വലിയ തോൽവി അത് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, അത് തുറന്ന മനസ്സോടെ പരിശോധിക്കണമെന്നുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും ഇത്തവണ കിട്ടിയിട്ടില്ല, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാത്തത് അത് വലിയ രീതിയിൽ തിരിച്ചടിയായി. അത് CPM-ന്റെ അനുഭാവികൾ പോലും ഇത്തരത്തിൽ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. കൂടാതെ തന്നെ സർക്കാരിനെതിരെ പല അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യം അത് കൃത്യമായി പാർട്ടി പരിശോധിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് പ്രധാനമായും തോമസ് ഐസക് ഉന്നയിക്കുന്നത്. CPM-ന്റെ അനുഭാവത്തിലൊരു ഭാഗം വോട്ട് ചെയ്തില്ലല്ലോ, എതിരായിട്ട് വോട്ട് ചെയ്തല്ലോ. അപ്പൊ അതിന് എന്താ ചെയ്യണ്ടേ? എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു? അത് മനസ്സിലാക്കി തിരുത്താൻ വേണ്ടത്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒറ്റക്കൊറ്റക്ക് മാത്രമല്ല, ഇങ്ങനെയുള്ള സംവാദങ്ങൾ ഉണ്ടാവണം. എന്താണ് പെശക്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എലിയനേഷൻ വന്നത്, പാർട്ടി പ്രവർത്തകരുടെ ഒരു പെരുമാറ്റ ശൈലി അത് തൃപ്തികരമല്ലതാണോ, അഴിമതി സംബന്ധിച്ചിട്ടുള്ള പല ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്, അതിലുള്ള ദേഷ്യമാണ്, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള വലിയ അനിഷ്ടമാണ്, തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ദേഷ്യം അതിൻ്റെ ഒന്നാണ്. കൂടാതെ തന്നെ ഈ ഒരു വിഷയത്തിൽ പാർട്ടിക്കാരുടേതല്ല ജനങ്ങളുടേതാണ് എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു തിരിച്ചടിയിലേക്ക് പോയത് എന്നാണ്. ഇത് തിരുത്താൻ അതിനുവേണ്ടിയുള്ള സംവാദങ്ങൾ ഉണ്ടാകണം, പാർട്ടിയിൽ അത് കൃത്യമായി പരിശോധിക്കണം. ചിലപ്പോഴൊക്കെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ ജനങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിലെ അനുഭാവികൾ അത് വോട്ട് ചെയ്യാത്തതിന് കാരണം അത് ഇത് തന്നെയാണ്, അതൊക്കെയാണ് അദ്ദേഹം ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നത്. കൂടാതെ പത്തനംതിട്ടയിൽ അദ്ദേഹമായിരുന്നു LDF-ന്റെ സ്ഥാനാർത്ഥി, അവിടെ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതൊക്കെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഈ വലിയ രീതിയിലുള്ള വിമർശനം CPM-നെതിരെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് തോമസ് ഐസക് അന്ന് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ സൈബർ സഹാക്കൾക്കെതിരെയും അദ്ദേഹം വിമർശനം ഉയർത്തുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ എന്തുമാകാം എന്നുള്ള ചിന്തയുണ്ട്, അത് പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ തന്നെ പറയാൻ ശീലിക്കണം. സൈബർ പോരാളികൾ പക്ഷമില്ലാത്തവരെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട്. അവരെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന പല പദപ്രയോഗങ്ങളും ഒപ്പം തന്നെ വെല്ലുവിളികളും ഇവർ ഉയർത്തുന്നുണ്ട്. വിപരീത ഫലമാണ് ഇത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത്. അത് വലിയ രീതിയിൽ കനത്ത തിരിച്ചടി CPM-ന് തന്നെ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവർക്കെതിരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് തരത്തിലല്ല, കൂടാതെ വ്യക്തിപരമായ ഏതെങ്കിലും ഹാൻഡിലിനെ പറയുന്നതല്ല, പക്ഷേ ഇത് തിരുത്താൻ ഇവർ തയ്യാറാകണം എന്നുള്ളൊരു വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ വന്നാൽ എന്തും പറയാം എന്നുള്ളൊരു ശീലമായിട്ടുണ്ട്, അതിനുള്ള ഫ്രീഡം ഉണ്ടെന്നുള്ളത് പൗരന്മാരൊക്കെ ഉണ്ട്. പക്ഷേ CPM മെമ്പർ എന്നുള്ളത് കഴിയില്ല. അപ്പോൾ ഞങ്ങളത് തിരുത്തുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയാം, അവരിൽ നിന്നുള്ള അറ്റാക്കിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഔദ്യോഗിക വിങ് മാത്രം പോരാ. ഇന്നത്തെ പോലെ തന്നെ ഇടതുപക്ഷ ഹാൻഡിലുകൾ ഒത്തിരി വേണം, ഒത്തിരി പേര് പോരാളികളായിട്ട് സ്വയം ഇറങ്ങണം. പക്ഷെ ചില അനഭിലഷണീയ പ്രവണതകളുണ്ട്, അതിവിടെ മാത്രമല്ല അപ്പുറത്തും ഒക്കെ ഉള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിൽ പരോക്ഷ വിമർശനവുമായി ഘടകകക്ഷികൾ മാറി നിൽക്കണമെന്നുള്ള അഭിപ്രായമായി രംഗത്ത് വരുന്നതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ തോമസ് ഐസക് തന്നെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടി ഇത്തരത്തിൽ പരോക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. MG മിഥുന്റെ റിപ്പോർട്ടാണ് കണ്ടത്.
തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇരു ധ്രുവങ്ങളിലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. CPM ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ട് സർക്കാരിനെതിരെയാണ്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള CPI ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയാൻ ആരെങ്കിലും മുന്നോട്ട് വന്നല്ലോ എന്നായിരുന്നു വി ഡി സതീശന്റെ പരിഹാസം. കാഫിർ പ്രയോഗമുള്ള വിവാദ സ്ക്രീൻഷോട്ട് മുൻ MLA KK ലതിക പിൻവലിച്ചു. TP ചന്ദ്രശേഖരന്റെ മുഖത്ത് വെട്ടിയതുപോലെയാണ് കാഫിർ പ്രയോഗത്തിലൂടെ നാടിന്റെ ഐക്യത്തിന്റെ മുഖത്തും വെട്ടാൻ CPM ശ്രമിച്ചതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. TPയുടെ ഘാതകർക്കുള്ള മറുപടിയാണ് വടകരയിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. TP ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിച്ച ശേഷമാണ് പ്രതികരണം. ആ TPയുടെ മുഖത്ത് വെട്ടിയതുപോലെ തന്നെയാണ് ഈ നാടിന്റെ ഐക്യത്തിന്റെ മുഖത്തും വെട്ടാൻ ഇവർ വാളോങ്ങിയത്. അതിലെ വടകരയിലെ ജനങ്ങളുടെ മതേതര പരിചയമാണ്, ഐക്യത്തിന്റെ പരിചയമാണ് ആ വെട്ടിനെ തടുത്തത്. ഷാഫി പറമ്പിലിനെ രാഷ്ട്രീയ വിഷം എന്ന് വിശേഷിപ്പിച്ച AA റഹീം മാപ്പ് പറയണമെന്ന് KK രമ MLA ആവശ്യപ്പെട്ടു. വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിച്ച CPMനോട് ജനം കണക്ക് തീർത്തെന്നും രമ പറഞ്ഞു. ഏറ്റവും വലിയ വർഗീയ വിഷം, രാഷ്ട്രീയ പോയിസൺ എന്നാണ് റഹീം വിശേഷിപ്പിച്ചത്. റഹീം മാപ്പ് പറയണം. ഈ പൊതുസമൂഹത്തോട് റഹീം മാപ്പ് പറയണം. ഇത്രമേൽ മോശമാക്കിയ ഒരു തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാൻ CPM ശ്രമിച്ചത് വടകരയിലാണ്. പക്ഷേ വടകരയിലെ ജനം അതിനെല്ലാമെല്ലാം കണക്കാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. പോരാളി ഷാജി പ്രധാനപ്പെട്ട ഒരു CPM നേതാവിന്റെ സംവിധാനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇടത് സൈബർ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് സതീശന്റെ പ്രതികരണം. CPMൽ സംഭവിക്കുന്നത് ജീർണതയെന്നും സതീശൻ വിമർശിച്ചു. സുരേഷ് ഗോപിയുടെ ഇന്ദിരാഗാന്ധി ഭാരതമാതാവ് പരാമർശത്തിൽ പരോക്ഷ പ്രതിഷേധവുമായി BJP RSS നേതാക്കൾ. BJP സംസ്ഥാന സംഘടനാ സെക്രട്ടറി K സുഭാഷാണ് പ്രതിഷേധം അറിയിച്ചത്. BJPയിലെ RSS പ്രതിനിധിയാണ് സുഭാഷ്. ഭാരതാംബയുടെ ചിത്രം പങ്കുവച്ചാണ് പ്രതിഷേധം. ഫേസ്ബുക്കിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് പ്രതികരണം നടത്തിയത്. എന്നാൽ ഇന്ദിരാഗാന്ധി പരാമർശത്തിൽ തെറ്റ് പറ്റിയിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവും കോൺഗ്രസിന്റെ മാതാവ് ഇന്ദിരാഗാന്ധി എന്നുമാണ് പറഞ്ഞത്. തെറ്റായി പ്രചരിപ്പിച്ചുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ ഭാഷയുടെ ഈ കോണ്ടെക്സ്റ്റുവൽ മീനിങ് മനസ്സിലാകുന്ന ആൾക്കാരല്ലേ? ഞാൻ എന്താ പറഞ്ഞത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ, അതിന് ഫൗണ്ടേഴ്സ് ഉണ്ടാവാം, കോ ഫൗണ്ടേഴ്സ് ഉണ്ടാവാം, പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ്. ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ്. അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യംഗ്യം പോലും അതിൽ ഇല്ല. ഇത് തീർത്ത് പറഞ്ഞു. കേരളത്തിലുള്ള 9 രാജ്യസഭാ സീറ്റുകളിൽ 5ലും മുസ്ലിങ്ങളെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഇടത് വലത് മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നു. മതവിവേചനവും വിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രൈസ്തവരാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. ഇന്ന് പുറത്തിറക്കിയ യോഗനാഥം മാസികയുടെ മുഖപ്രസംഗത്തിലാണ് വിമർശനങ്ങൾ. യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറെന്നും വെള്ളാപ്പള്ളി മുഖപ്രസംഗത്തിൽ കുറിച്ചു. ന്യൂനപക്ഷ പ്രീണനമാണ് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് SNDPയുടെ മുഖമാസികയായ യോഗനാഥത്തിൽ യോഗം ജനറൽ സെക്രട്ടറിയുടെ തുറന്നെഴുത്ത്. ഇടത് വലത് മുന്നണികൾ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുവെന്ന് പറയുമ്പോഴും വെള്ളാപ്പള്ളിയും SNDP യോഗവും ലക്ഷ്യമിടുന്നത് പ്രധാനമായും ഇടതുപക്ഷത്തെയാണ്. ജനസംഖ്യയുടെ പകുതിയിലേറെ വരുന്ന ഹിന്ദുക്കൾക്ക് തിരഞ്ഞെടുപ്പിൽ ലഭ്യമായത് വെറും 2 സീറ്റുകൾ മാത്രമാണ്. മതവിവേചനവും വിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രൈസ്തവരാണ് സുരേഷ് ഗോപിയെ തൃശൂരിൽ വിജയിപ്പിച്ചതെന്നും എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നു. സത്യം പറഞ്ഞവർ ക്രൂശിക്കപ്പെട്ടതാണ് ചരിത്രം. രക്തസാക്ഷിയാകാൻ തയ്യാറാണെന്നും വെള്ളാപ്പള്ളി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ന്യൂനപക്ഷ പ്രീണനത്തിൽ സർക്കാരിനെതിരായ സമീപനം വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചിരുന്നു. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് പരസ്യ പിന്തുണ നൽകുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഈഴവ വോട്ടുകൾക്ക് പ്രാധാന്യമുണ്ടായ മേഖലകളിലെല്ലാം CPM BJPക്ക് പിന്നിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു.
പാർട്ടി കെട്ടിപ്പിടിക്കുന്നതിൽ മുന്നിൽ നിന്ന ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങളിൽ അതൃപ്തി പുകയുമ്പോഴും നേതൃത്വം പ്രശ്നപരിഹാരത്തിനായി കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന വിമർശനവുമുണ്ട്. സാമൂഹിക സാമ്പത്തിക സർവേ നടത്താൻ എഡിറ്റോറിയൽ ലേഖനത്തിലൂടെ വെല്ലുവിളിക്കുന്ന വെള്ളാപ്പള്ളി സർവേ നടത്തിയാൽ ഉന്നയിച്ച ആരോപണങ്ങൾ വ്യക്തമാണെന്ന് മനസ്സിലാകുമെന്നും പറയുന്നു. ന്യൂസ് 18 ആലപ്പുഴ. പാർട്ടിയെ കോൺഗ്രസ് നേതാക്കൾ തന്നെ നാണം കെടുത്തുന്നുവെന്ന് വി.കെ. ശ്രീകണ്ഠൻ. സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിയെ കളിയാക്കി ചിലർ ആനന്ദം കണ്ടെത്തുന്നു. ഇങ്ങനെ ചെയ്ത കോൺഗ്രസ് നേതാക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചു. ഇവരോട് വിശദീകരണം തേടും. 24 മണിക്കൂറിനുള്ളിൽ പോസ്റ്റുകൾ പിൻവലിക്കണമെന്നും അല്ലാത്ത പക്ഷം എത്ര വലിയ നേതാക്കളാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. തൃശൂർ DCCയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും തോൽവി പഠിക്കാൻ KPCC നിയോഗിച്ച ഉപസമിതി 18-ന് DCCയിലെത്തുമെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. ഒരു കനത്ത തിരിച്ചടിയാണെന്ന് സ്വാഭാവികമായിട്ടും വിലയിരുത്തപ്പെട്ടതാണ്. ആ തിരിച്ചടികളും തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള അപാകതകളും പോരായ്മകളും പരിശോധിക്കുന്നതിനായിട്ട് KPCC ഒരു സമിതിയെ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഉപസമിതി ശ്രീ KC ജോസഫ് മുൻ MLA, അഡ്വക്കേറ്റ് T സിദ്ദീഖ് MLA, KPCC എക്സിക്യൂട്ടീവ് അംഗം ശ്രീ R ചന്ദ്രശേഖരൻ എന്നീ 3 പേരടങ്ങുന്ന ഒരു സമിതിയാണ്. ഈ സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ നേതാക്കളെ ഭാരവാഹികളെ നേരിട്ട് കാണുന്നതിനും 18-ാം തീയതി രാവിലെ 10 മണിക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ എത്തുന്നതാണ്. ഈ കമ്മിറ്റിയുടെ അന്വേഷണം ആദ്യം ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരുമായിട്ടാണ്. എന്താണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അപാകതകൾ, നമ്മളുടെ പരാജയത്തിനുണ്ടായ സാധ്യതകൾ എന്താണ് എന്ന് വിലയിരുത്താൻ വേണ്ടി വരുന്ന കമ്മിറ്റി. അപ്പോൾ ജില്ലയിലെ സീനിയർ നേതാക്കന്മാരെ ഒറ്റയ്ക്ക് കണ്ട് വിശദമായ ചർച്ച നടത്താനാണ് സമിതിയുടെ തീരുമാനം. ഈ കാര്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെയും നേതാക്കളെയും ആവശ്യപ്പെട്ടു. 2 മണ്ഡലങ്ങളിലും വിജയിച്ചതിനാൽ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന കാര്യത്തിൽ തീരുമാനമുടൻ. റായ്ബറേലിയോ വയനാടോ സീറ്റുകളിൽ ഏത് നിലനിർത്തണമെന്ന കാര്യത്തിൽ ഇന്നോ നാളെയോ തീരുമാനം അറിയാം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നാൽ 14 ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയിക്കണമെന്നാണ് ചട്ടം. മറ്റന്നാൾ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നോ നാളെയോ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ വയനാട് ഒഴിയുമെന്ന് KPCC അധ്യക്ഷൻ തന്നെ സൂചന നൽകിയിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന മണ്ഡലമാണ് വയനാട് എന്നതിനാൽ വൈകാരികമായ അടുപ്പമുണ്ട്. പാർട്ടിയുടെ വിശാലമായ താൽപര്യം സംരക്ഷിക്കാൻ റായ്ബറേലിയും കൂടെ നിർത്തണം. രാഹുൽ ഒഴിയുന്നത് ഏത് മണ്ഡലമാണോ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. വയനാട്ടിലും റായ്ബറേലിയിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന തീരുമാനം വരുമെന്ന രാഹുലിന്റെ പ്രതികരണം പ്രിയങ്കയുടെ മത്സര സാധ്യതയും കാണുന്നുണ്ട്. തദ്ദേശ വാർഡ് വിഭജനത്തിൽ ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനാണ് ചെയർമാൻ. രത്തൻ ഖേൽക്കർ, K. ബിജു, ഹരികിഷോർ, K. വാസുകി എന്നിവരാണ് അംഗങ്ങൾ. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. എല്ലാ ആഭരണങ്ങളും ഞാൻ ജേർണലിസ്റ്റുകളെ ഒബ്സർവ് ചെയ്യാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട്. എങ്ങനെ ഇവര് സംസാരിക്കും? ആ ഒരു റെഡ് കാർപ്പറ്റ്, ആ ഒരു വെളിച്ചം, ബാക്കിയൊക്കെ ശരിക്കും നടന്നതാണോ അല്ലേ എന്ന് എനിക്ക് കുറച്ച് വട്ടുണ്ടെന്ന് തോന്നുന്നു. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇത്രയും ചർച്ച ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയൊക്കെ എന്തിനാണ്? അവിടെ ഒരുപാട് പേര് അങ്ങനെ ചെയ്തവരുണ്ട്. മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അത്തരം ചില അറ്റംപ്റ്റ്സ് ഒക്കെ ചെയ്തു പോകാൻ പറ്റും. പല പ്രിവിലേജ്, സ്കിൻ ടോണിന്റെ കളറാണെങ്കിലും അല്ലെങ്കിൽ ഏത് ക്ലാസ് നിന്ന് വരുന്നു, കാസ്റ്റ് വരുന്നു, ഇതങ്ങനത്തെ ഒക്കെ ഒരുപാട് കാര്യം ഉള്ളവരാണ് അവിടെ എത്തുന്നത് തന്നെ. ബിരിയാണിയുടെ പേരിൽ അങ്ങനെ ഒരു ക്രിറ്റിസിസം വന്നു. അങ്ങനെ ഒരു പരിപൂർണമായിട്ട് ശരി എപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തികൾ ലോകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ സർവൈവലിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ പല കാര്യങ്ങളും ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതെനിക്ക് എന്നും അന്നും ഇന്നും ഇപ്പോഴും ഇനി ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലോകത്ത് ആരതിനെ പറ്റിയിട്ട് കമൻറ്റ് പറഞ്ഞാൽ എനിക്ക് ഒന്നും തോന്നില്ല. തിരികെ വാർത്തകളിലേക്ക്.
കോയമ്പത്തൂരിൽ മലയാളികളെ ആക്രമിച്ച കേസിൽ ഒരു സൈനികനടക്കം 4 പേർ അറസ്റ്റിൽ. 2 പേർ പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ്. പട്ടിമറ്റം സ്വദേശി അസ്ലം സിദ്ദിഖും സംഘവുമാണ് ആക്രമണത്തിന് ഇരയായത്. വാഹനം ആക്രമിച്ചത് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം. എറണാകുളം റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി VS നവാസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവമുണ്ടായത്. സേലം കൊച്ചി ദേശീയപാതയിൽ കൂടി ബാംഗ്ലൂരിൽ നിന്നും തിരികെ നാട്ടിലേക്ക് കൊച്ചി പട്ടിമുറ്റത്തെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് 4 അംഗ മലയാളി സംഘം സഞ്ചരിച്ച കാറിന് നേരെ മുഖംമൂടി ധരിച്ചെത്തിയ സംഘത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ആദ്യം ഇവരുടെ കാറ് ഒരു ഇന്നോവ കാറുമായി ഒരു ചെറിയതായി തട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഈ ഇന്നോവ കാർ കുറച്ചല്പ ദൂരം കഴിഞ്ഞപ്പോൾ ഈ ഇന്നോവ കാർ ഓവർടേക്ക് ചെയ്ത് ഈ 4 അംഗ സംഘം യുവാക്കൾ സഞ്ചരിച്ച കാറിന് മുന്നിലേക്ക് നിർത്തുകയും ചെയ്തു. ഇവർ ആദ്യം കരുതിയത് ഈ വാഹനം ഇടിച്ചതുകൊണ്ട് അത് ചോദിക്കാൻ വരുന്നതാണെന്ന്. പക്ഷേ ആ കാറിൽ നിന്ന് ഇറങ്ങിയ സംഘം മുഖംമൂടി ധരിച്ചവരായിരുന്നു. അവർ കയ്യിൽ മാരക ആയുധങ്ങളുമായി ഈ കാറിന്റെ ചില്ലടക്കം അടിച്ചു പൊട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീടാണ് 3 കാറുകളിലായാണ് 15 പേരടങ്ങുന്ന സംഘം ഇതിൽ ഉണ്ടായിരുന്നതായി ഈ യുവാക്കൾക്ക് മനസ്സിലാകുന്നത്. ഒപ്പം ഈ വാഹനം ഓടിച്ചിരുന്ന അസ്ലം സിദ്ദിഖി, പട്ടിമറ്റം സ്വദേശി അസ്ലം സിദ്ദിഖിയുടെ മനോധൈര്യം കൊണ്ട് മാത്രമാണ് ഈ നിർത്തിയിട്ടിരുന്ന ഇന്നോവ കാറിനെ മറികടന്നുകൊണ്ട് അതിവേഗത്തിൽ ഓടിച്ച് അടുത്തുള്ള ടോൾ ജംഗ്ഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ പോലീസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നൈറ്റ് പെട്രോളിംഗിനായി. പെട്ടെന്ന് പോലീസിനോട് ഈ വിവരം അറിയിക്കുകയും ചെയ്തു. പിന്നീട് തമിഴ്നാട് പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാര്യം തിരക്കി. ഒപ്പം ഈ കാര്യങ്ങൾ വിശദമായി ഇവർ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. ഒപ്പം ഇവരുടെ കാറിലുണ്ടായിരുന്ന ക്യാമറയിലെ ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറി. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടി യുവാക്കൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തി. അവിടെ നിന്ന് പോലീസിന് പരാതി നൽകാനെത്തിയപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ മോശമായ പ്രതികരണമാണ് ലഭിച്ചതെന്നും ഈ യുവാക്കൾ പറയുന്നുണ്ട്. അത് തമിഴ്നാട് പോലീസിന്റെ പരിധിയിലായതിനാൽ തങ്ങൾക്ക് കേസെടുക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷ വേണമെങ്കിൽ ഒരുക്കാം എന്നതിനപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഇവരുടെ കയ്യിലുള്ള ഈ ദൃശ്യങ്ങളടക്കം പരിശോധിക്കുവാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ള പരാതി കൂടി യുവാക്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഒരു കവർച്ച എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ സംഘം, ഈ 15 പേരടങ്ങുന്ന മുഖംമൂടി സംഘം എത്തിയതെന്നുള്ളൊരു നിഗമനത്തിലാണ് യുവാക്കൾ എത്തി നിൽക്കുന്നത്. അത് തന്നെയാണോ അതോ ഈ ആള് മാറിപ്പോയി, അതായത് ഈ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് വാഹനം മാറി ഇവർക്ക് നേരെയുള്ള അതിക്രമമാണോ എന്നുള്ളൊരു സംശയം കൂടി യുവാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ 4 പേരെ പോലീസിന്റെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്ന വിവരം. ഈ 4 പേരും
എന്തായാലും മലയാളികളാണ്, പാലക്കാട് സ്വദേശികളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. എന്തായാലും കൂടുതൽ പേരെയും കസ്റ്റഡിയിലെടുക്കും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എന്തായാലും വളരെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. യുവാക്കളുടെ ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് വലിയ ഒരു അപകടത്തിൽ നിന്നും ഇവരെ രക്ഷിച്ചത്. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പാലക്കാട് തൃത്താലയിൽ പോലീസ് SIയെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രധാന പ്രതി പോലീസ് പിടിയിൽ. ഞാങ്ങാട്ടിരി സ്വദേശി അലനാണ് ഉച്ചയോടെ പിടിയിലായത്. പരിക്കേറ്റ തൃത്താല ഗ്രേഡ് SI ശശികുമാർ ചികിത്സയിലാണ്. ശനിയാഴ്ച രാത്രി 11 മണിയോടെ തൃത്താല പരുതൂർ മംഗലത്ത് വാഹന പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് തൃത്താല SIയെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടന്നത്. SIയുടെ ശരീരത്തിലൂടെ കാറ് കയറിയിറങ്ങി. അപകടത്തിൽ പരിക്കേറ്റ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിർത്താതെ പോയ വാഹനത്തിന്റെ നമ്പർ നാട്ടുകാരുടെ സഹായത്തോടെയാണ് കണ്ടെത്തിയത്. പരിശോധനയിൽ ഞാങ്ങാട്ടരി സ്വദേശി അഭിലാഷിന്റേതാണ് വാഹനമെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് അന്വേഷണം ഊർജിതമാക്കിയ തൃത്താല പോലീസ് ഇന്നുച്ചയോടെ കേസിലെ പ്രധാന പ്രതിയെ പിടികൂടി. സംഭവം നടക്കുമ്പോൾ കാർ ഓടിച്ചിരുന്ന അലനെയാണ് പിടികൂടിയത്. ഞാങ്ങാട്ടിരിയിൽ നിന്നാണ് അലൻ പിടിയിലായിരിക്കുന്നത്. അലന്റെ കൂടെ ഉണ്ടായിരുന്നവരെക്കുറിച്ചും രാത്രിയിൽ മംഗലത്ത് നടന്ന ഇടപാടുകളെക്കുറിച്ചും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കി പൈനാവിൽ അമ്മായിയമ്മയും കൊച്ചുമകളെയും തീവെച്ച് കൊല്ലാൻ ശ്രമിച്ചയാൾ പിടിയിൽ. അമ്മായിയമ്മയും ബന്ധുക്കളും താമസിച്ചിരുന്ന വീടുകൾക്ക് തീവെച്ച് രക്ഷപ്പെടുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. പൈനാവ് കൊച്ചുമലയിൽ അന്നക്കുട്ടിയുടെ വീടിനും മകൻ ലിൻസ് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിനുമാണ് തീയിട്ടത്. അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് കഞ്ഞിക്കുഴി സ്വദേശി നിരപ്പേൽ സന്തോഷാണ് തമിഴ്നാട് അതിർത്തിയിലെ ബോഡിമെട്ടിൽ പിടിയിലായത്. പുലർച്ചെ 3 മണിയോടെയാണ് ഇടുക്കി പൈനാവ് 56 കോളനിയിലുള്ള 2 വീടുകൾക്കും തീ പടർന്നതായി സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് സ്ഥലത്തെത്തിയ ഇടുക്കി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചെങ്കിലും ഒരു വീട് പൂർണ്ണമായി കത്തിനശിച്ചു. സംഭവ സമയം ഇരു വീടുകളിലും ആരും ഉണ്ടായിരുന്നില്ല. ഇക്കഴിഞ്ഞ 6-ന് ഭാര്യ വീട്ടിലെത്തിയ സന്തോഷ് അന്നക്കുട്ടിയെയും 2.5 വയസ്സുള്ള കൊച്ചുമകളെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ അന്നക്കുട്ടിയും കൊച്ചുമകളും കോട്ടയം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്കുവേണ്ടി തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഇടുക്കി പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. ഇയാൾ തന്നെയാവാം വീടുകൾക്ക് തീയിട്ടത് എന്നാണ് നിഗമനം. രാവിലെ 6 മണിയോടെ പൈനാവിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിനിടെ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിലാണ് പ്രതി സന്തോഷ് പിടിയിലായത്. ന്യൂസ് 18 ഇടുക്കി. കൊട്ടാരക്കര പുത്തൂരിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. തെക്കുംചേരി സ്വദേശി അജിത് ലാലാണ് അറസ്റ്റിലായത്. ഭാര്യ 25 വയസ്സുള്ള സുകന്യയാണ് ഇയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇരുവരും തമ്മിലുണ്ടായ കുടുംബ വഴക്കിനെ തുടർന്ന് അജിത് ലാൽ കുപ്പിയിൽ കരുതിയിരുന്ന പെട്രോൾ യുവതിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയും തീ കൊളുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. പ്രാണരക്ഷാർത്ഥം യുവതി ഓടി സമീപത്തെ വീട്ടിൽ കയറുകയായിരുന്നു. പുത്തൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അജിത് ലാലിനെ അറസ്റ്റ് ചെയ്തു. മുൻപും ഇയാൾ സമാനമായ രീതിയിൽ സുകന്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുടുംബ പ്രശ്നത്തിൽ കേസെടുക്കാത്തതിനാൽ ഭർത്താവ് പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. ചിത്ര പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നത്തിൽ പോലീസ് കേസെടുത്തില്ലെന്ന് ആരോപിച്ചാണ് ആക്രമണം. ചിത്ര പുതുശ്ശേരി സ്വദേശി ധർമ്മദാസാണ് ജീപ്പിന്റെ ഗ്ലാസുകൾ അടിച്ചു പൊട്ടിച്ചത്. ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള വസ്തു വിറ്റ് 3 ലക്ഷം രൂപ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അത് ഭാര്യ എടുത്ത് ഭാര്യയുടെ വീട്ടുകാർക്ക് നൽകിയെന്നാണ് ധർമ്മദാസിന്റെ പരാതി. ഭാര്യയുടെ പേരിൽ മോഷണത്തിന് കേസെടുക്കണമെന്ന് ധർമ്മദാസ് വാശി പിടിച്ചു. പൊതുമുതൽ നശിപ്പിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തു. മണൽ മാഫിയയ്ക്ക് വഴിവിട്ട സഹായം നൽകിയെന്ന പരാതിയിൽ കണ്ണൂരിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സ്ഥലം മാറ്റം. SI നിധിനെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ അനിഴൻ കെ, ഷാജി അകാരം പറമ്പത്ത്, കിരൺ കെ എന്നിവർക്കാണ് സ്ഥലമാറ്റം. വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടി. ജില്ലയിലെ പാനൂർ, കണ്ണവം, തലശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് സ്ഥലം മാറ്റം. തൃശൂരും പാലക്കാടും പുലർച്ചെ വീണ്ടും ഭൂചലനം. പുലർച്ചെ 3:56-നാണ് ഭൂചലനം ഉണ്ടായത്. തൃത്താല, ആനക്കര, കപ്പൂർ, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധ ഇടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. സെക്കൻഡുകൾ മാത്രമായിരുന്നു ദൈർഘ്യം. കുന്നംകുളം, എരുമപ്പെട്ടി, വടക്കാഞ്ചേരി, വേലൂർ മേഖലകളിലും
ഭൂചലനം അനുഭവപ്പെട്ടു. ഒരിടവേള കൂടി. മുത്തൂറ്റ് ഫൈനാൻസ് സംസ്ഥാനം ഞാൻ ജേർണലിസ്റ്റുകളെ ഒബ്സർവ് ചെയ്യാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട്. എങ്ങനെ ഇവര് സംസാരിക്കും? ആ ഒരു റെഡ് കാർപ്പറ്റ്, ആ ഒരു വെളിച്ചം, ബാക്കിയൊക്കെ ശരിക്കും നടന്നതാണോ അല്ലേ എന്ന് എനിക്ക് കുറച്ച് വട്ടുണ്ടെന്ന് തോന്നുന്നു. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇത്രയും ചർച്ച ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയൊക്കെ എന്തിനാണ്? അവിടെ ഒരുപാട് പേര് അങ്ങനെ ചെയ്തവരുണ്ട്. മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അത്തരം ചില അറ്റംപ്റ്റ്സ് ഒക്കെ ചെയ്തു പോകാൻ പറ്റും. പല പ്രിവിലേജ്, സ്കിൻ ടോണിന്റെ കളറാണെങ്കിലും അല്ലെങ്കിൽ ഏത് ക്ലാസ് നിന്ന് വരുന്നു, കാസ്റ്റ് വരുന്നു, ഇതങ്ങനത്തെ ഒരുപാട് കാര്യം ഉള്ളവരാണ് അവിടെ എത്തുന്നത് തന്നെ. ബിരിയാണിയുടെ പേരിൽ അങ്ങനെ ഒരു ക്രിറ്റിസിസം വന്നു. അങ്ങനെ ഒരു പരിപൂർണമായിട്ട് ശരി എപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തികൾ ലോകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ സർവൈവലിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ പല കാര്യങ്ങളും ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതെനിക്ക് എന്നും അന്നും ഇന്നും ഇപ്പോഴും ഇനി ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലോകത്ത് ആരതിനെ പറ്റിയിട്ട് കമൻറ്റ് പറഞ്ഞാൽ എനിക്ക് ഒന്നും തോന്നില്ല. തിരികെ വാർത്തകളിലേക്ക്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടക്കാൻ സാധ്യതയുണ്ടെന്ന എക്സ് മേധാവി ഇലോൺ മസ്കിന്റെ പ്രസ്താവന ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാക്കൾ. ഇവിഎമ്മുകൾ ഇന്ത്യയിലെ ബ്ലാക്ക് ബോക്സ് ആണെന്നും അതിൽ ക്രമക്കേട് നടത്താൻ ആരെയും അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മസ്കിന്റെ ട്വീറ്റ് പങ്കുവെച്ചുകൊണ്ടാണ് രാഹുലിന്റെ പ്രസ്താവന. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത സംബന്ധിച്ച് ഗൌരവമേറിയ ആശങ്ക ഉളവാക്കുന്നതാണ് മസ്കിന്റെ പ്രസ്താവനയെന്നും രാഹുൽ പറഞ്ഞു. ഇവിഎമ്മുകളെക്കുറിച്ച് നിരവധി ടെക്നോക്രാറ്റുകൾ ആശങ്ക അറിയിച്ചിട്ടും ബിജെപി ഇവിഎമ്മിൽ തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു. സുരക്ഷിതമായ ഡിജിറ്റൽ ഹാർഡ്വെയർ നിർമ്മിക്കാൻ ആർക്കും കഴിയില്ലെന്ന സാമാന്യവൽക്കരണമാണ് മസ്കിന്റെ പ്രസ്താവനയെന്നും ഇന്ത്യയിലെ ഇവിഎമ്മുകൾ സുരക്ഷിതമാണെന്നുമായിരുന്നു കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള യോഗം അവസാനിച്ചു. ജമ്മു കശ്മീരിലെ സുരക്ഷാ സാഹചര്യം, രാജ്യാന്തര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും സൈന്യത്തെ വിന്യസിക്കുന്നത്, നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ നില, ജമ്മു കശ്മീരിൽ പ്രവർത്തിക്കുന്ന ഭീകരരുടെ ശക്തി എന്നിവയെക്കുറിച്ചാണ് യോഗം ചർച്ച ചെയ്തത്. കശ്മീരിൽ ജൂൺ 29 ആരംഭിക്കുന്ന വാർഷിക അമർനാഥ് തീർത്ഥാടനത്തിനുള്ള തയ്യാറെടുപ്പുകളും യോഗം അവലോകനം ചെയ്തു. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മകളുമായി കേരളത്തിൽ നാളെ ബലിപ്പെരുന്നാൾ. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപ്പെരുന്നാൾ. ഒമാനിൽ നാളെയായിരിക്കും പെരുന്നാൾ. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് ബലിപ്പെരുന്നാൾ. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട സർക്കുലർ വായിക്കുന്നതിനെ ചൊല്ലി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം. സർക്കുലർ കത്തിച്ചും കീറിയെറിഞ്ഞും വിമത വിഭാഗം പ്രതിഷേധിച്ചപ്പോൾ ഉദയംപേരൂർ സൂനഹദോസ് പള്ളിയിൽ സർക്കുലർ വായിക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കം കയ്യാങ്കളിയിലെത്തി. ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളിക്ക് പുറത്തും സമാന അന്തരീക്ഷം ആയിരുന്നു. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണം സംബന്ധിച്ച അന്തിമമായ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന സഭയുടെ നേതൃത്വത്തിൻ്റെ അന്തിമമായ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന സർക്കുലറായിരുന്നു ഇന്ന് പള്ളികളിൽ വായിക്കാൻ നിശ്ചയിച്ചിരുന്നത്. ജൂലൈ 3-നകം ഈ തീരുമാനങ്ങൾ നടപ്പാക്കണം. അല്ലാത്ത പക്ഷം ഇത് നടപ്പാക്കാത്ത വൈദികരോ അല്ലെങ്കിൽ അതിനോട് അനുഭാവം പ്രകടിപ്പിക്കാത്ത വിശ്വാസികളോ ഈ സഭയുടെ ഭാഗമായിരിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുപ്രകാരം ഈ രീതിയിലേക്ക് ഏകീകരിച്ച കുർബാന ക്രമം അനുഷ്ഠിക്കാത്ത പുരോഹിതർക്ക് സഭയിൽ സ്ഥാനമുണ്ടാകില്ല. അവർ ഉണ്ടായിരുന്ന എല്ലാ സ്ഥാനങ്ങളിൽ നിന്ന്, ഇടവക വികാരിമാരുൾപ്പെടെയുള്ള അത്തരം സ്ഥാനങ്ങളിൽ നിന്ന് അവർ പുറത്തു പോകും. അതോടൊപ്പം തന്നെ അവർക്ക് വിവാഹം ഉൾപ്പെടെയുള്ള കൂദാശകൾ നടത്താനുള്ള അനുമതിയോ അതിന് സഭയുടെ നിയമസാധുതയോ ഉണ്ടായിരിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ളതാണ് സർക്കുലർ. 3-ാം തീയതിക്ക് ശേഷം ഈ രീതിയിലുള്ള ചടങ്ങുകൾ നടത്തുന്നതിന് ഇവർക്ക് വിലക്കുണ്ടാകും. അത് നടത്തിയാൽ പോലും അതിന് സാധ്യതയുണ്ടായിരിക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെയും ഈ രീതിയിലേക്ക് സഭ നിർദ്ദേശിക്കുന്ന രീതിയിൽ കുർബാന അർപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് വിശ്വാസികൾ ചെല്ലണം. എറണാകുളം അങ്കമാലി അതിരൂപതയാണ് ഈ സർക്കുലറിനെ പൂർണ്ണമായും എതിർത്തുകൊണ്ട് തന്നെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾക്ക് മറ്റ് രൂപതകളിലോ അതിരൂപതകളുമായോ ആണ് വിശ്വാസികൾ ബന്ധപ്പെടേണ്ടതെന്നായിരുന്നു സർക്കുലറിൻ്റെ നിർദ്ദേശം. സഭയുടെ പല നിർദ്ദേശങ്ങളും തള്ളുന്ന അതേ നിലപാട് തന്നെയാണ് ഇക്കുറിയും
എറണാകുളം അങ്കമാലി അതിരൂപത സ്വീകരിച്ചത്. ബഹുഭൂരിപക്ഷം പള്ളികളിലും ഇത് വായിച്ചില്ല. ചിലയിടങ്ങളിലെല്ലാം തന്നെ സംഘർഷങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു. സർക്കുലർ പലയിടങ്ങളിലും കത്തിക്കുകയും അതോടൊപ്പം തന്നെ അത് കീറി എറിയുകയും എല്ലാം തന്നെ പലയിടങ്ങളിലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുകയും ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം വിമത വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ സർക്കുലർ കത്തിക്കുകയും അതോടൊപ്പം ഇത് പരസ്യമായിട്ട് തന്നെ വലിച്ചു കയറുന്ന ഒരു നിലപാടിലേക്കെല്ലാം തന്നെ ഇത് പോവുകയും ചെയ്തു. വിശ്വാസികൾ ഔദ്യോഗിക പക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം വിശ്വാസികൾ ഇത് തങ്ങൾക്ക് വായിച്ചു കേൾക്കേണ്ടതാണ് എന്ന രീതിയിലേക്ക് നിലപാടെടുക്കുകയും ചെയ്തു. ഇത് പലയിടത്തും സംഘർഷത്തിലേക്ക് നീങ്ങി. ഇടപ്പള്ളി സെൻറ് ജോർജ് ഫെറോന പള്ളിക്ക് മുന്നിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ പോലീസിന് ഇടപെടേണ്ട ഘട്ടം വന്നു. പള്ളിക്ക് പുറത്തു നിന്നുകൊണ്ട് വിശ്വാസികൾ, ഔദ്യോഗിക വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന വിശ്വാസികൾ ഇത് സർക്കുലർ വായിക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വിമത വിഭാഗത്തിൽ ഒരു ഭാഗം വിശ്വാസികൾ ഇവിടേക്ക് വരികയും തങ്ങളിതിനെ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങൾ ഇടപ്പള്ളി പള്ളിക്ക് മുന്നിലുണ്ടായി. എറണാകുളം കാഞ്ഞൂരിലും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. ഇവിടെ പള്ളിക്കകത്താണ് സംഘർഷം ഉണ്ടാവുന്നത്. വൈദികൻ സർക്കുലർ വായിക്കാത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഔദ്യോഗിക വിഭാഗത്തിൽപ്പെടുന്ന വിശ്വാസി ഇവിടേക്ക് വരികയും അൾത്താരയിൽ കയറി നിന്ന് അത് വായിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ വിമത വിഭാഗം ഇത് എതിർത്തുകൊണ്ട് അൾത്താരയ്ക്കകത്തേക്ക് കയറുകയും അവിടെ നിന്ന് ഇദ്ദേഹത്തെ വലിച്ച് നീക്കുകയും ചെയ്തു. തന്നെ മർദ്ദിച്ചു എന്നാണ് ഈ വിശ്വാസിയുടെ പരാതി. അത് ഇടവക വികാരിയുടെ നിർദ്ദേശപ്രകാരമാണ് തന്നെ മർദ്ദിച്ചതെന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരിടം ഉദയംപേരൂർ സുനഹദോസ് പള്ളിയാണ്, വലിയ ചരിത്രമുറങ്ങുന്ന പള്ളിയാണ്. അവിടെയും സംഘർഷമുണ്ടാകുന്നു. സർക്കുലർ വായിക്കാത്തത് ചോദ്യം ചെയ്തുകൊണ്ട് വിശ്വാസികൾ എഴുന്നേറ്റു. ഇതിനെ എതിർത്തുകൊണ്ട് മറുവിഭാഗവും വന്നു. പള്ളിക്കകത്ത് വലിയ രീതിയിൽ സംഘർഷമുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇങ്ങനെ പലയിടങ്ങളിലും ഈ രീതിയിൽ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ജൂലൈ 3 എന്ന അന്ത്യശാസനം നൽകിയിരിക്കുന്ന തീയതി നിലനിൽക്കുന്നുണ്ട്. വിവാഹമടക്കമുള്ള കൂതാശകൾ നടത്തിക്കൊടുക്കുന്നതിന് ഒരു വിലക്ക് പിന്നീട് ഉണ്ടാകും. കാരണം ഏകീകരിച്ച കുർബാനക്രമം, സിനഡ് നിർദ്ദേശ കുർബാനക്രമം നടപ്പാക്കുമെന്ന നിലപാടിൽ തന്നെയാണ് സഭാ നേതൃത്വമുള്ളത്. ഇനിയിപ്പോൾ സിനഡ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നടക്കുന്ന സിനഡ് ഇക്കാര്യങ്ങളിൽ എന്ത് തീരുമാനം എടുക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികൾക്ക് കണ്ണീരിൽ കുതിർന്ന വിട. ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെയും പായിപ്പാട് സ്വദേശി ഷിബുവിന്റെയും മൃതദേഹം സംസ്കരിച്ചു. പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ സംസ്കാരം നാളെയാണ്. ഇന്ന് 2 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് കോട്ടയത്ത് ഉണ്ടായിരുന്നത്. ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെയും പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെയും സംസ്കാരം. 2 മൃതദേഹങ്ങളും ഇന്ന് രാവിലെയാണ് മോർച്ചറിയിൽ നിന്ന് വീടുകളിലേക്ക് കൊണ്ടുവന്നത്. രാവിലെ 7:30യോടുകൂടി ശ്രീഹരിയുടെ മൃതദേഹം വീട്ടിൽ എത്തിച്ചു. ഏതാണ്ട് 1 മണിയോടുകൂടി വായ്ക്കരി ഇടുന്നത് അടക്കമുള്ള അന്ത്യശുശ്രൂഷ കർമ്മങ്ങൾ തുടങ്ങി. 1:30യോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുകയും ചെയ്തു. സഹോദരനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. സമാനമാണ്. രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് ഷിബു വർഗീസിന്റെ മൃതദേഹം തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പായിപ്പാട്ടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. 11:30യോടുകൂടി പാരിഷ് ഹാളിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ മുതൽ തന്നെ പല ഘട്ടങ്ങളായുള്ള ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. തുടർന്ന് പായിപ്പാട് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ പൂർത്തിയായത്. വലിയ ജനാവലിയാണ് 2ഇടത്തും ഉണ്ടായത്. ഇവരെ നേരിട്ട് അറിയുന്നവർ മാത്രമല്ല, ഈ ഒരു ദുരന്തത്തിൻ്റെ കേട്ടറിഞ്ഞ് ഈ മനുഷ്യരെ, ഈ വീട്ടുകാരെയൊക്കെ ഒന്ന് സാന്ത്വനിപ്പിക്കാനടക്കം നിരവധി മനുഷ്യർ ഈ വീടുകളിലേക്ക് ഒക്കെ ഒഴുകിയെത്തി. സംസ്കാര ശുശ്രൂഷ ചടങ്ങുകളിലേക്കും ഒഴുകിയെത്തി. ഈ കുടുംബാംഗങ്ങളടക്കം വളരെ വേദനയോടുകൂടി ഈ ഒരു ചടങ്ങിൽ ഈ ഒരു രാവിലെ മുതൽ തന്നെ കാണപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ബന്ധുക്കളും സുഹൃത്തുക്കളുടെയൊക്കെ സാഹചര്യവും സമാനമായിരുന്നു. വിങ്ങിപ്പൊട്ടി മനുഷ്യർ കഴിയുന്ന സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിച്ചത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ഒപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MP, ജോസ് കെ മാണി MP ഉൾപ്പെടെ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും ഈ സംസ്കാര ചടങ്ങിന് മുന്നോടിയായി ഈ വീടുകളിൽ എത്തിയിട്ടുണ്ട്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.
കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച തോമസ് സി ഉമ്മന് ജന്മനാടായ മേപ്രാൽ കണ്ണീരോടെ വിട നൽകി. വൈകിട്ട് 4:30 മേപ്രാൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ചർച്ചിലായിരുന്നു സംസ്കാരം. ഇന്നലെ വൈകിട്ട് വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ച ശേഷമായിരുന്നു സംസ്കാരം. മന്ത്രി വീണ ജോർജ്, ആന്റോ ആന്റണി MP, മുൻ MLA രാജു എബ്രഹാം, CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, ജനപ്രതിനിധികൾ എന്നിവർ വീട്ടിലെത്തി അന്തിമോപചാരമർപ്പിച്ചു. കുവൈറ്റ് അപകടത്തിൽ മരിച്ച കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിന്റെയും മല്ലപ്പള്ളി സ്വദേശി സിബിൻ എബ്രഹാമിന്റെയും സംസ്കാരം നാളെ നടക്കും. പാലക്കാട് മണ്ണാർക്കാട് കൊമ്പംകുണ്ട് കോളനിയിലെ 17 ആദിവാസി കുടുംബങ്ങൾ നരകയാതനയിൽ. കൈവശരേഖയില്ലാത്ത ഭൂമിയിലെ തകർന്നു വീഴാറായ വീടുകളിൽ അന്തിയുറങ്ങുന്നത് കുട്ടികൾ ഉൾപ്പെടെ 85 മനുഷ്യരാണ്. ദുരിതങ്ങളുടെ പെരുമഴക്കാലത്ത് ശുചിമുറി പോലുമില്ലാത്ത വീടുകളിൽ കഴിയുന്ന ആദിവാസികളോട് സർക്കാരും കനിവ് കാട്ടുന്നില്ല. തെൻകര പഞ്ചായത്തിലെ കൊമ്പംകുണ്ട് കോളനിയിൽ മുടുകർ വിഭാഗത്തിൽപ്പെട്ട 17 കുടുംബങ്ങളാണ് ദുരിതങ്ങളുടെ നടുവിൽ. ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന വീടുകൾ. ചുമരിടിഞ്ഞു വീണ വീട്ടിൽ നിന്ന് കഴിഞ്ഞ മഴക്കാലത്താണ് ഒരു കുടുംബം മാറി താമസിച്ചത്. ശുചിമുറിയും ശുദ്ധജലവും അപ്രാപ്യമാണ്. മലയിറങ്ങിയാലേ ഒരു തുള്ളി വെള്ളം കിട്ടുകയുള്ളൂവെന്ന അവസ്ഥ. ആരെങ്കിലും വിളിച്ചാ പോണം, അല്ല വേറൊരു പണിയില്ല. പിന്നെ പഞ്ചായത്ത് പണിക്ക് കിട്ടുമ്പോ എടുക്കും. അവരോടൊക്കെ ചോദിക്കുമ്പോ അവരൊക്കെ വിവരമുള്ള ആൾക്കാരല്ലേ, ഒന്നും തരണ്ടേ, തന്നാലല്ലേ മേടിക്കാനാവുള്ളൂ. എനിക്ക് എന്റെ മകന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നടക്കണില്ല. കൊറൊക്കെ ഞാൻ പറയുന്നുണ്ടോ എല്ലാവരോടും, കൊണ്ടുപോകാന്ന് ആരും സ്വീകരിക്കണില്ല. അതാണ് എനിക്ക്. അതിന്റെ തന്തയില്ല, അച്ഛൻ മരിച്ച കൊല്ലങ്ങളായി. എന്റെ കുട്ടികളെ ഞാനും നോക്കണുള്ളൂ, വേറെ ആരുമില്ല. കേസുള്ളതിനാൽ ഭൂമിക്ക് കൈവശരേഖയില്ലാത്തതിനാൽ ലൈഫിൽ വീട് അനുവദിക്കാനാവില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ നിലപാട്. നികുതി സ്വീകരിക്കുന്നില്ലെങ്കിലും റേഷൻ കാർഡുണ്ട്. സാങ്കേതിക ന്യായം നിരത്തി സർക്കാർ കേന്ദ്രങ്ങൾ കൈയൊഴിയുമ്പോൾ പെരുമഴയെത്താവുന്ന മണ്ണിന്റെ മക്കൾ. അത് ഞങ്ങൾ കുറേയൊക്കെ അപേക്ഷകളൊക്കെ കൊടുത്താണ്, അവർ ശരിയാക്കി തരുന്നില്ല. മെമ്പർമാരോടൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചതാണ്, ഇന്നത്തെ വരെ അത് കണ്ടെത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ഇത് ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നത് മാത്രം. ഇതിനടിപ്പെട്ടായ നീതിയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇല്ലാത്തത് അവരുണ്ടാക്കി തരുന്നുമില്ല. ഞങ്ങൾ കുറെ പറയണമുണ്ട്, അവർ ശരിയാക്കി തരാം ഇങ്ങനെ പറച്ചിലുണ്ട്. അവർ ശരിയാക്കി തരുന്നില്ല. കോളനിയിലെ ദൈവപ്പുര നിലംപൊത്തിയിട്ട് വർഷങ്ങളായി. വീടുകളൊന്നും യാതൊരു വിധത്തിലുമുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നുമില്ല. ഭൂമി സംബന്ധമായ വ്യവഹാരം നീണ്ടുപോകയാൽ കോളനിയിലുള്ളവരെ തൽക്കാലത്തേക്കെങ്കിലും മാറ്റി താമസിപ്പിക്കാനുള്ള നടപടിയിലേക്ക് അധികൃതർ കടന്നതുമില്ല. എന്താ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞ പിന്നെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും, അങ്ങനത്തെ സ്ഥിതിയാണ് ഇവിടെ. പക്ഷെ പോകാനും പറ്റില്ല. പറഞ്ഞ ഇവിടുത്തെ പണ്ടുള്ള ആൾക്കാർ ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു, ആ കാരണം ഇവിടുന്ന് പെട്ടെന്ന് പോകാനൊന്നും പറ്റില്ല. എന്നാലും പോകാൻ കുറച്ച് മടിയുണ്ട്. പറഞ്ഞ മുത്തശ്ശിമാരൊക്കെ ഇവിടെ ഉള്ളത് ആദ്യം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ പോകാൻ പറഞ്ഞാലും പോകാനൊന്നും പറ്റില്ല. ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കോടികൾ ചെലവഴിക്കുന്ന നാട്ടിലാണ് അധസ്ഥിത വിഭാഗം ദുരിത വഴിയിൽ കിടക്കുന്നത്. ആദിവാസി ചരിത്രത്തോളം പഴക്കമുണ്ട് അവർക്കെതിരെയുള്ള നീതി നിഷേധവും. കാലമേറെ കഴിഞ്ഞിട്ടും അതിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കൈവശ ഭൂമിയിൽ പോലും അവകാശം നിഷേധിക്കപ്പെടുന്ന കുറെ മനുഷ്യരെയാണ് ഞങ്ങൾ ഇവിടെയും കണ്ടത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ബയോ മൈനിംഗ് പുരോഗമിക്കുകയാണ്. 2.93 ലക്ഷം മെട്രിക് ടൺ മാലിന്യങ്ങളാണ് ഇതുവരെ സംസ്കരിച്ചത്. BPCLന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റും പൂർത്തീകരിക്കുന്നതോടെ മാലിന്യ സംസ്കരണത്തിൽ ബ്രഹ്മപുരം പുതിയ അധ്യായമാകുമെന്നാണ് പ്രതീക്ഷ.
ഈ ദൃശ്യങ്ങൾ ആരു മറന്നാലും കൊച്ചി നിവാസികൾ മറക്കില്ല. കാരണം തീപിടുത്തത്തിന്റെ ദുരിതമത്രയും കൊച്ചിയും പരിസര പ്രദേശങ്ങളും ദീർഘനാൾ ഏറ്റുവാങ്ങിയതാണ്. കൊച്ചിയിലെ ജനങ്ങളെ ശ്വാസം മുട്ടിച്ച ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് ബയോമൈനിംഗ് പദ്ധതിയിലൂടെ മുഖം മിനുക്കുകയാണ്. ഇനിയൊരു തീപിടുത്തം ബ്രഹ്മപുരത്ത് ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷ. ബയോമൈനിങ്ങിലൂടെ 2.93 ലക്ഷം മെട്രിക് ടൺ മാലിന്യങ്ങൾ സംസ്കരിച്ചു. 4 ലക്ഷത്തിനടുത്ത മെട്രിക് ടൺ മാലിന്യങ്ങൾ സ്റ്റെബിലൈസേഷൻ നടപടികൾ പൂർത്തിയാക്കി. 1360 ലോഡ് ബയോമൈനിങ് വേസ്റ്റുകൾ സിമന്റ് ഫാക്ടറികളിലേക്ക് കയറ്റി അയച്ചു. പ്ലാന്റിലേക്കുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് പകരം നവീകരിച്ച പുതിയ റോഡ് വന്നു. പ്ലാസ്റ്റിക് മലയിൽ എവിടെയെങ്കിലും തീപിടുത്തമുണ്ടാകുമോ എന്ന് നിരീക്ഷിക്കാൻ വാച്ച് ടവറും സ്ഥാപിച്ചിട്ടുണ്ട്. 3000 മെട്രിക് ടൺ മാലിന്യങ്ങൾ വരെ സംസ്കരിക്കാനുള്ള യന്ത്ര സംവിധാനങ്ങളാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ ഏതെങ്കിലും നിലയിൽ ഒരു തീപിടുത്തം ബ്രഹ്മപുരത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഒന്ന്. 2, നിങ്ങളുടെ എല്ലാവരുടെയും കൺമുന്നിൽ നിങ്ങൾ കണ്ടതാണ് ഇനിയൊരു തീപിടുത്തം, പ്ലാസ്റ്റിക്കിന്റെ തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരൊറ്റ പ്ലാസ്റ്റിക് മല പോലും ബ്രഹ്മപുരത്ത് അവശേഷിക്കുന്നില്ല എന്നാണ് എനിക്ക് വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളുടെ വീഡിയോ ക്യാമറകളിൽ നിങ്ങൾ കണ്ടതാണ്. ഭൂമിയുടെ മേലുള്ള ഏതാണ്ട് മുഴുവൻ പ്ലാസ്റ്റിക്കും ഇവിടെ നിന്ന് മിക്കവാറും നമ്മൾ മാറ്റിക്കഴിഞ്ഞു. മൂന്നാമത് എനിക്ക് പറയാനുള്ള പോയിന്റ്, ഇത്തവണ നമ്മൾ ഇതിന്റെ ക്വാണ്ടിഫൈ ചെയ്തപ്പോൾ, അതായത് എത്ര ലെഗസി വേസ്റ്റ് ഉണ്ടെന്ന് ക്വാണ്ടിഫൈ ചെയ്തപ്പോൾ നിങ്ങൾ കയറി വരുന്ന സ്ഥലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആദ്യത്തെ ബയോമൈനിങ് കമ്പനി ആ 2 സൈഡും മാത്രമായിരുന്നു ബയോമൈൻ ചെയ്തിരുന്നത്. ഷെഡുകൾ ഉണ്ടായിരുന്നു. അതായത് ഞാനും കൂടി കൗൺസിലറായിരുന്ന പ്രൊഫസർ മേഴ്സി വില്യംസിന്റെ, അദ്ദേഹം അന്ന് കൗൺസിലറാണ്, കാലത്ത് പണിത ബ്രഹ്മപുരത്തെ പഴയ പ്ലാന്റിന്റെ അവശേഷിപ്പുകൾ അവിടെ ഉണ്ട്. നിങ്ങൾ ബ്രഹ്മപുരം ഫയറിന്റെ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അന്ന് ആ റൂഫിന്റെ എല്ലാം മുകളിൽ, അതായത് താഴെ മുതൽ മുകളിലേക്കെല്ലാം പൈൽസ് ഓഫ് ഗാർബേജ് ആയിരുന്നു. അപ്പൊ അതുകൂടി നമ്മൾ ഇത്തവണത്തെ ബയോമൈനിങ്ങിൽ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു. മാലിന്യ സംസ്കരണത്തിനായുള്ള ബ്ലാക്ക് സോൾട്ട് GS ഫ്ലൈ എന്ന പട്ടാളപ്പുഴു പ്ലാന്റുകളും സജ്ജമാണ്. കൊച്ചി കോർപ്പറേഷൻ സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് 50 ടൺ ശേഷിയുള്ള 2 പ്ലാന്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇനിയൊരു തീപിടുത്തം ഉണ്ടാകില്ല എന്ന ആശ്വാസത്തിലും വിശ്വാസത്തിലുമാണ് കൊച്ചി നഗരം. ന്യൂസ് 18 കൊച്ചി. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5530 രൂപ, പവന് 44,240 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോഗ്രാമിന് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ അപർണ കുറുപ്പെത്തും. നമസ്കാരം. ഞാനിലെ വെളിച്ചത്തിന്റെ തിളക്കത്തിലാണ് മലയാള സിനിമ. ഞാൻ ജേർണലിസ്റ്റുകളെ ഒബ്സർവ് ചെയ്യാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട്. എങ്ങനെ ഇവര് സംസാരിക്കും? ആ ഒരു റെഡ് കാർപ്പറ്റ്, ആ ഒരു വെളിച്ചം, ബാക്കിയൊക്കെ ശരിക്കും നടന്നതാണോ അല്ലേ എന്ന് എനിക്ക് കുറച്ച് വട്ടുണ്ടെന്നു. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇത്രയും ചർച്ച ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയൊക്കെ എന്തിനാണ്? അവിടെ ഒരുപാട് പേര് അങ്ങനെ ചെയ്തവരുണ്ട്. മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അത്തരം ചില അറ്റംപ്റ്റ്സ് ഒക്കെ ചെയ്തു പോകാൻ പറ്റും. പല പ്രിവിലേജ്, സ്കിൻ ടോണിന്റെ കളറാണെങ്കിലും അല്ലെങ്കിൽ ഏത് ക്ലാസ് നിന്ന് വരുന്നു, കാസ്റ്റ് വരുന്നു, ഇതങ്ങനത്തെ ഒക്കെ ഒരുപാട് കാര്യം ഉള്ളവരാണ് അവിടെ എത്തുന്നത് തന്നെ. ബിരിയാണിയുടെ പേരിൽ അങ്ങനെ ഒരു ക്രിറ്റിസിസം വന്നു. അങ്ങനെ ഒരു പരിപൂർണമായിട്ട് ശരി എപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തികൾ ലോകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ സർവൈവലിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ പല കാര്യങ്ങളും ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതെനിക്ക് എന്നും അന്നും ഇന്നും ഇപ്പോഴും ഇനി ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലോകത്ത് ആരതിനെ പറ്റിയിട്ട് കമൻറ്റ് പറഞ്ഞാൽ എനിക്ക് ഒന്നും തോന്നില്ല. സ്വാഭാവിക മുഖ്യമന്ത്രി